ഭ്രമയുഗം ആ 17-ാം നൂറ്റാണ്ടൊന്നും അതേപോലെ ആ കൊടുമ്പൺ പോറ്റിന്നൊന്നും നമ്മളിതുവരെ പുറത്ത് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ ഈ സിനിമ പുറത്ത് വന്നതിന് ശേഷം പല റിവ്യൂവേഴ്സും എന്താ പറയുക, ഇതാണ് സിനിമ, ഇതാണ് ആക്ടിങ്, അല്ലെങ്കിൽ ഇതാണ് മുത്തശ്ശി കഥ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മലൈക്കോട്ടെ വാലിബനുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന രണ്ട് സിനിമകളാണോ ഭ്രമയുഗം അതേപോലെ മലൈക്കോട്ടെ വാലിബനും? നമുക്കറിയാം മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് പരീക്ഷണ ചിത്രങ്ങളാണ് ഈ പറഞ്ഞ മലൈക്കോട്ടെ വാലിബനും അതേപോലെ ഭ്രമയുഗം അല്ലേ. അതിൽ ഒന്നിനെ ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടുകയും എന്നാൽ ഒന്നിനെ തഴയപ്പെടുകയാണ് ചെയ്തത്. ശരിക്ക് അങ്ങനെ തഴയപ്പെടേണ്ട ഒരു സിനിമയായിരുന്നോ മലൈക്കോട്ടെ വാലിബൻ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ എക്സ്പീരിയൻസിൽ അങ്ങനെ തഴയപ്പെടേണ്ട ഒരു സിനിമയായിരുന്നില്ല മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പരാജയത്തിന്, അതിന് അങ്ങനെ ഒരു നെഗറ്റീവ് റിവ്യൂ വരാനുള്ള കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാരണമാണ്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അതിൻ്റെ പ്രൊമോഷൻ ടീം അല്ലെങ്കിൽ അതിൻ്റെ ടീം അതിന് കൊടുത്തൊരു ഹൈപ്പാണ്. അപ്പോൾ അവരുടെ പ്രസ് കോൺഫറൻസിലേക്ക് അവർ പറഞ്ഞത് ഇത് ഭയങ്കര ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്, ലാലേട്ടൻ്റെ ഒരു വേറെ സാധനം ടൈപ്പ് ഓഫ് സാധനമാണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് ഇതിന് കൊടുത്തു. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനിലാണ് തിയേറ്ററിലേക്ക് ആളുകൾ ഇത് കാണാൻ പോകുന്നത്. മാത്രമല്ല ഈ സിനിമ ഇറങ്ങി ആദ്യമായിട്ട് കാണാൻ പോകുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് ഈ ഫാൻസ് ഓഡിയൻസാണ് ആദ്യമായിട്ട് ഈ സിനിമ കാണാൻ പോകുന്നത് അല്ലേ. ശരിക്ക് ഈ സിനിമൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫാൻ ഷോകളാണ്. അതായത് ഈ സിനിമ കൊടുത്തൊരു ഹൈപ്പും ആ ഹൈപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഫാൻസ് ഈ ഒരു സിനിമ കാണാൻ പോവുകയും എന്നാൽ അതിനൊത്ത് സാറ്റിസ്ഫാക്ഷൻ ഈ ഫാൻസിന് കിട്ടാണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലോസിനുള്ള അല്ലെങ്കിൽ ഈ സിനിമ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഈ സിനിമയ്ക്ക് ഫാൻ ഷോ വെക്കാനേ പാടില്ലായിരുന്നു. ഈ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഈ പടം ഇറങ്ങിയപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രെയിമുകളുള്ള ഒരു ബാലെ, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിന് പകരം തിയേറ്ററിൽ പോയി കിടന്നുറങ്ങി. ഇങ്ങനത്തെ കമൻറ്റും ഇങ്ങനത്തെ സ്റ്റാറ്റസുകളാണ് വന്നുകൊണ്ടിരുന്നത്. ഇനീഷ്യലി ഈ റിവ്യൂസ് എല്ലാം കൊടുത്തത് ഈ ഫാൻസ് ഓഡിയൻസാണ്. അപ്പം അതിന് ശേഷമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇതിന് റിവ്യൂ കൊടുത്തത്. അപ്പോൾ ആദ്യമേ തന്നെ ഈ പടത്തിന് ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ ഒരു റിവ്യൂവിൽ സത്യത്തിൽ പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കോക്കിൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് ഭയങ്കര മോശം പടമാണ്, ഒന്നിനും കൊള്ളാത്ത പടമാണെന്നുള്ള രീതിയിലുള്ള റിവ്യൂ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് തിയേറ്ററിൽ പോയി കാണണ്ട, OTTയിൽ വരുന്ന സമയത്ത് കാണാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഏതോ ഒരു കാരണത്താൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴാണ് ദിസ് ഈസ് മൈ സ്റ്റഫ്, ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റഫാണ്, ഇതൊരു കിടിലൻ സിനിമയാണെന്നുള്ളത് മനസ്സിലായത്. ഇപ്പം നമ്മൾ പല റിവ്യൂസും കാണുന്ന സമയത്ത്, എസ്പെഷ്യലി കോക്കിൻ്റെ ഒക്കെ റിവ്യൂ കാണുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിസൈസേഷൻ പറഞ്ഞത് എന്താ പറയുക, വില്ലനെ കുറിച്ചായിരുന്നു. ഇങ്ങനെയാണോ വില്ലൻ ചിരിക്കുക, അങ്ങനെ കിക്കി എന്ന് പറഞ്ഞിട്ടാണ് വില്ലൻ ചിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിൽ ആ ക്യാരക്ടർ ചിരിക്കേണ്ടത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ റിവ്യൂസ് എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ പടം കാണാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഓരോ സിറ്റുവേഷനും ഓരോ സീനിനെ കുറിച്ചും എന്ത് പറഞ്ഞു, ഓരോ കാര്യത്തിനെക്കുറിച്ചും എന്ത് പറഞ്ഞു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ചിരി തന്നെയായിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം. ഇപ്പോൾ നമുക്കറിയാം വാലിബൻ എന്ന് പറയുന്നത് വളരെ മസ്കുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് വാലിബൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്, ഫസ്റ്റത്തെ ഒരു ഇതിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആ വില്ലൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് വാലിബൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വില്ലനെ ഒരിക്കലും എന്താ പറയുക ഫിസിക്കലി ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല വാലിബൻ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിൻ്റെ മുന്നിൽ അയാളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അയാളെ എന്താ പറയുക നാണം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്, സത്യത്തിൽ അയാൾക്ക് ഫിസിക്കലി കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരാളോടുള്ള പകയും ദേഷ്യവും അതേപോലെ തന്നെ ആ ഒരു എംബാരസിങ് മൂമെൻ്റ് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമവും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ആ വില്ലൻ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ചിരിക്കുന്ന ചിരി തന്നെയാണ് അവിടെ ചിരിക്കുന്നത്. കാരണം കമ്പയർ ടു വാലിബൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ച് എന്താ പറയുക സ്ട്രെങ്ത് കുറവായിട്ടുള്ള ഒരാളാണ്. പക്ഷേ അയാൾ സമൂഹത്തിൽ കുറച്ച് ഉന്നതനായിരിക്കാം, അയാൾ കുറച്ച് ധനികനായിരിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി വാലിബൻ അയാൾക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ സമയത്താണ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിന് ഒരിക്കലും ഭ്രമയുഗത്തിൽ മമ്മൂട്ടി ചിരിക്കുന്ന പോലെ വളരെ ലൗഡായിട്ടുള്ള ചിരിക്കാൻ പറ്റില്ല.
പിന്നെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ട ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ BGM ആണ്. ഈ സിനിമ വളരെ സ്ലോ ഫേസിൽ പോകുന്നൊരു സിനിമയായിരുന്നു അല്ലേ. നമ്മളൊരു നാടകം കാണുന്ന പോലെ, നമ്മൾ ഈ ബാലരമയിലൊക്കെ ഒരു കഥ വായിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണ്. അങ്ങനത്തെ ഫേസിൽ പോകുന്നൊരു സിനിമയ്ക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗിറ്റാറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒന്നും നമുക്കവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്ക് ആ ഒരു കഥ പറച്ചിൽ രീതിക്ക് ആവശ്യമായിട്ടുള്ള പറ്റുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് ആ സിനിമയ്ക്ക് കൊടുത്തതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നല്ല ഫ്രെയിമുകളും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ മറ്റൊരു കാര്യം ആ സിനിമയിൽ പാമ്പിനെ ഉപയോഗിച്ചതാണ്. പാമ്പ് പോകുന്ന സമയത്തൊരു എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം അതിനകത്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ പടം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ചതിയും വഞ്ചനയൊക്കെയാണ് അതിൻ്റെ ഒരു ഇന്നർ പ്ലോട്ടായിട്ട് വന്നു പോകുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വിഷം എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തുണ്ട്. ആൾക്കാർ പരസ്പരം ഉള്ള മനസ്സിലുള്ള പകയും വിഷമെല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്താൻ, ആ വില്ലനെ അതുമായി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വില്ലൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണിക്കുന്ന സമയത്ത് പല സീനുകളിലും എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ, ഈ പാമ്പ് പോകുന്ന സാധനം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ഈ ഫാൻസ് ഷോ വെച്ചതും ആ ഫാൻസ് ഒരു തൃപ്തി ഇല്ലാണ്ട് ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരികയും നെഗറ്റീവ് റിവ്യൂ കൊടുക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ മാസ് കമ്മ്യൂണിക്കേഷനിലെ തിയറി ഉണ്ട്, ഇത് സ്പൈറൽ ഓഫ് സൈലൻസ് പറഞ്ഞിട്ട് ഒരു തിയറി. അപ്പോൾ ആ തിയറിയും ഇതിനകത്ത് വർക്ക് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ തിയറി എന്ന് പറഞ്ഞത്, ഇപ്പോൾ മെജോറിറ്റിക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ മെജോറിറ്റിക്ക് ഒരു അഭിപ്രായമുണ്ട്, അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്കെന്നുണ്ടെങ്കിൽ അത് പറയാനുള്ളൊരു മടി, ഞാൻ ഒറ്റപ്പെട്ടു പോവോ അല്ലെങ്കിൽ എന്നെ എന്ത് വിചാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് അത് പറയാനുള്ള എനിക്കൊരു മടി. അപ്പോൾ അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും ഈ സിനിമ ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു മെജോറിറ്റി ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ സിനിമ മോശമാണെന്നുള്ളൊരു ഒപ്പീനിയനാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ധൈര്യമായിട്ട് നീ ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേറൊരാളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റായിക, നീ ധൈര്യമായിട്ട് ഈ സിനിമ പോയി കണ്ടോ, തിയേറ്ററിൽ പോയി കണ്ടോ, ഇതൊരു തിയേറ്റർ സ്റ്റഫാണെന്നുള്ളത് ധൈര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ എന്തുണ്ടായിട്ടുണ്ട്, വാലിബൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മെജോറിറ്റി ഒപ്പീനിയൻ ഭ്രമയുഗത്തിൽ ഇത് തിയേറ്റർ സ്റ്റഫാണ്, ഇത് ബെസ്റ്റ് സിനിമയാണ്, മലയാളത്തിലെ ഏറ്റവും നമുക്ക് ലോകത്തിന് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു മെജോറിറ്റി ഒപ്പീനിയൻ വന്നപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു, ഇത് നമ്മൾ ഒരിക്കലും OTTയിൽ കാണരുത്, ഇത് തിയേറ്റർ സ്റ്റഫാണ്, ഇത് തിയേറ്ററിൽ പോയി കാണണം. എന്നാൽ ഇതേ അഭിപ്രായം മലൈക്കോട്ടെ വാലിബനും പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഒരു വലിയൊരു ഓഡിയൻസിന് അത്ര അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ സിനിമയെക്കുറിച്ച് മെയിൻ സ്ട്രീമിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു നെഗറ്റീവ് ഒപ്പീനിയൻ കാരണം അത് വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാവുകയും ഈ സിനിമയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഭ്രമയുഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മമ്മൂക്കേൻ്റെ ആക്ടിങ് ആണ്. ഓഫ് കോഴ്സ് മമ്മൂക്കയ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വേറെ റേഞ്ചിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ഒരു ആക്ടിങ് ആണ്. വാലിബനിലേക്ക് നിങ്ങൾ വാലിബനിലേക്ക് നോക്കുന്ന സമയത്ത് ലാലേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു ആക്ടറിനെ ആ ഒരു റോളിലേക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? വളരെ കൂളായിട്ടുള്ള, ഇന്നസെൻ്റ് ആയിട്ടുള്ള, എന്നാൽ മസ്കുലർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന ഒരു മനുഷ്യൻ, എത്ര മനോഹരമായിട്ടാണ് അത് അദ്ദേഹം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വീകരിക്കപ്പെടുന്നതിലുള്ള ഒരു വ്യത്യാസം ഈ രണ്ട് സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ട് സിനിമകൾ തന്നെയാണ് മലൈക്കോട്ടെ വാലിബനും അതേപോലെ തന്നെ ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും. രണ്ടിനെ നമ്മൾ സ്വീകരിക്കേണ്ടതായിരുന്നു, ഈ രണ്ട് പരീക്ഷണങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട സിനിമ തന്നെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഭ്രമയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നമ്മുടെ അർജുൻ അശോകൻ്റെ ഒരു സീനുണ്ട്. നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് പെയിന് നമ്മൾ അനുഭവിക്കണം, നമ്മൾ ഭയങ്കര വയറുവേദന, നെഞ്ചുവേദനയൊക്കെ വരുന്ന സമയത്ത്, സഹിക്കാൻ പറ്റാത്തൊരിത് വരുന്ന സമയത്ത് നമ്മുടെ മുഖമൊക്കെ കൂടി മാറിപ്പോകും അല്ലേ. അത് അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്നത് ആ സിനിമക്കകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സീനാണ്. ആ മുഖത്തും ആ കണ്ണ് നിറഞ്ഞതും എല്ലാം കൂടെ അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മളിപ്പോൾ സിദ്ധാർത്ഥ ഭരതൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പാണൻ കയറി വരുന്ന സമയത്ത് പാണനോട് സംസാരിക്കുന്ന ഫസ്റ്റത്തെ സീനുകളിൽ ആ കുക്കിൻ്റെ അവിടെ നിൽക്കുമ്പോഴൊരു ഒരു അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ഒരു അനിഷ്ടമൊക്കെ ഭയങ്കരമായിട്ട് പ്രകടിക്കപ്പെടുന്നത്, ഇങ്ങനെ തല ചൊറിഞ്ഞിട്ടും ഇതെന്താണ് അങ്ങനത്തെ ചില സാധനങ്ങൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മമ്മൂക്കനെ കുറിച്ച് നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അത് വേറൊരു റേഞ്ചിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കൊരിക്കലും വാലിബനെയും അതേപോലെ ഭ്രമയുഗത്തെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് സിനിമയാണ്, രണ്ട് പരീക്ഷണങ്ങൾ ചിത്രങ്ങളായിരുന്നു, രണ്ടിനെയും സ്വീകരിക്കപ്പെടേണ്ടതായിരുന്നു.